അസ്സലാമലൈക്കും. മാബിൻ്റെക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്താണെന്നറിയില്ലേ? ഇതാ ചക്കക്കുരു. പഴമയിലേക്ക് പോകാം നമുക്ക്. താള് ഇപ്പം എല്ലായിടത്തും താളുണ്ടാവും കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതൊരു 4-5 തണ്ട് എടുത്തോട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കണ്ട് ചീന്തി എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതാ അപ്പോൾ ഞാൻ ചക്കക്കുരും പച്ചമുളകും കുറച്ച് എരിവാണ് കേട്ടോ. ഇത് നമ്മൾ തേങ്ങയൊന്നും അരക്കണില്ല. നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കാം. ലേശം ഉപ്പ് ഇടാം. ഈ വെള്ളം മതിയാവും, കാരണം ഇതിനകത്ത് വെള്ളം ഒഴിക്കും. പിന്നെ എന്താണ് ഈ താളുണ്ടല്ലോ, താള് എന്നാട്ടോ പറയല്, ചേമ്പുന്തണ്ടാണ്, കാട്ടുതാളാണേ. അപ്പോൾ അതാ കുറച്ച് ഉപ്പ് കണ്ടിടും ചക്കക്കുരുമ പിടിക്കാൻ. ഇതാ നല്ലൊരു കൂട്ടാനാട്ടോ ഇത്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പഴമയുള്ള കറിയാണ് ഇതൊക്കെ, പഴമക്കാരെ കറിയാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കേണ്ടത് ഈ മഴക്കാലത്ത്. സൂപ്പ് വെക്കുക, എന്താണ് ഉലുവ കഞ്ഞി വെക്കുക, എള്ളും കടലയും പിന്നെ എന്തൊക്കെ കൂട്ടി, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ പേരൊക്കെ കൂടി ഇപ്പോൾ പറയണമെങ്കിൽ കുറേ നേരം വേണം. അരി, അണ്ടിപ്പരിപ്പ്, കടല അതൊക്കെ കൂടി കൂട്ടി നമുക്ക് ഇടിക്കുക. ശർക്കരയൊക്കെ കൂട്ടി നല്ലതാണ് മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ. പ്രഷറും ഷുഗറും ഉള്ളവർ കഴിക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, ഇനി വേവിച്ചെടുക്കും. ഇപ്പോൾ ഒരു 3 വറ്റൽമുളക് ഞാൻ ഈ ഉരലിലിട്ട് ഇടിക്കുക കേട്ടോ, ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് ഇടിച്ചെടുക്കണേ. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചാണ്. ഞാൻ മീൻ പൊരിക്കാനാട്ടോ. നമ്മളെ മറ്റേ അടുപ്പത്ത് പിന്നെ എന്താണ് താളും പിന്നെ ചക്കക്കുരും വേവുണ്ടേ. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച്, ഉണക്കമീനാട്ടോ, സ്രാവാണ്. അത് നിങ്ങളെ അതുപോലെ കാണിച്ചിട്ടില്ല, അങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇതിൽ ഞാൻ മുളക്, മഞ്ഞൾ, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനം ഇട്ട് പൊരിക്കാൻ വെക്കുക കേട്ടോ. നമ്മൾ താളും ചക്കക്കുരു അവിടെ കിടന്ന് ഇങ്ങനെ വേവും. താളിട്ടില്ല, ചക്കക്കുരു ഞാൻ വേവിച്ച് അവിടെ വെച്ചാണ്. ഇതൊന്ന് ഈ അടുപ്പത്ത് വെച്ചിട്ട് വേണം, മറ്റേ അടുപ്പത്ത് അത് വെന്ത് കിടക്കുന്നുണ്ട്. അതാ അപ്പോൾ അത് നമുക്ക് ഈ താള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഒപ്പം വെച്ചാൽ മതി. പക്ഷേ ചക്കക്കുരുവിന് കുറച്ചൊരു വേവ് അധികം ഉണ്ടായിരുന്നു. എല്ലാം വേണാണ്, കുറച്ചൊരു വേവ് അധികം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചാണ് വേവിച്ച് എടുത്താൽ മതി. അപ്പം നമ്മൾ ചക്കക്കുരും താളൊക്കെ വെന്ത് കുട്ടപ്പനായി അവിടെ ഇരിക്കുന്നുണ്ട്. രാവി ഒന്ന് പോട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ ഉള്ളി മുളകൊക്കെ അതിക്കൊന്ന് കടുക് പൊട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ മൂത്ത് ഇനി മുളകും ഉള്ളി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഞാൻ. ഇതും കൂടി ഒന്ന് മൂത്ത് ആ കറി ഇതിക്കൊണ്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതയ്ക്ക് വെച്ചാലും മതി, എങ്ങനെ ആയാലും വേണ്ടില്ല. ഒന്ന് മൂക്കട്ടെ. അപ്പോൾ അതാ വെന്ത് ഇതുപോലെ കിട്ടിയിരുന്നു കേട്ടോ, എല്ലാം വെന്ത് ഉടഞ്ഞാണ്. ഒഴിച്ച് കൊടുക്കുക. തീ ഓഫാക്കിക്കണേ, ഞാൻ മുളക് ഇട്ടപ്പോൾ തീയൊന്ന് കത്തിച്ച് കൊടുക്കുക. മുളക് കരിഞ്ഞുകൊണ്ടായിരിക്കും ഓഫാക്കി. ഇതുണ്ടോ, ഇത് കുറച്ചൊരു വെള്ളം വറ്റണം കേട്ടോ, ഇച്ചിരി വെള്ളം ഒന്ന് വറ്റണം. നല്ല അടിപൊളി കറി ഇതാ. നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടി. ഈ മഴക്കാലം നമുക്ക് മുതലാക്കണം. ഓരോന്നും കഴിച്ച് നാടൻ ഭക്ഷണം കഴിച്ചിട്ട്, മുരിങ്ങയില, മത്തയില, കുമ്പളങ്ങയില, ചീര, ചക്കക്കുരു, താള് ഒക്കെ ഉണ്ടാക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഉപ്പ് ലേശം കുറവുണ്ട്. ഞാൻ പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ലേ, ഇനി ചക്കക്കുരു അടുപ്പത്ത് വെച്ചപ്പം കുറച്ചിട്ടിട്ടുള്ളൂ. ഞാനിത് ഒരു വിസിലിൽ എടുത്ത്, ഒരു വിസിലടിച്ചപ്പം ചക്കക്കുരു പിന്നെയാണ് താളിട്ട് കൊടുത്ത്.
അപ്പം മൊത്തത്തിൽ 3 വിസിലായി. നല്ലപോലെ വെന്ത് പാകത്തിന് കണ്ട. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ. നമുക്കെല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യാത്ത ആൾക്കാർ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നേരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെയ്ത ആൾക്കാരൊന്നും ചെയ്യണ്ടേ. ചെയ്യാത്ത ആൾക്കാർ ചെയ്താലൊക്കെ ലൈക്കൊക്കെ ചെയ്യും. ഒരിച്ചിരി വെള്ളം ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല, എന്നാലും ഒരിച്ചിരി വെള്ളം വലിയാണ്. അപ്പോൾ നമ്മളെ മീനും റെഡിയായി. വേണ്ട സ്രാവ് മീൻ ഉണക്ക, ഇത് രണ്ടുമാണ് ഇന്ന് നമ്മളെ കറി. അപ്പം നമ്മളെ താളുകറി ഇതാട്ടോ. ഇതണ്ട ഇങ്ങനെ കിട്ടിയത്. ഇതണ്ട ഇനി വേണമെങ്കിൽ ഇതൊന്നും കൂടി ഉടച്ചാൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു വെള്ളത്തിൽ ഇതുപോലെയുള്ളത് ഇതണ്ട. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. ഒരു പ്രാവശ്യം കൂടിയും പറയുന്നത് എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് തീരെ. അസ്സലാമു അലൈക്കും. എല്ലാവരോടും നന്ദി, നമസ്കാരം.